ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ വന്നേക്കണ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഏത് വണ്ടിയിലാണെന്ന് വെച്ചാൽ നമ്മുടെ TVS എൻടോർക്കിൻ്റെ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. നമ്മുടെ TVS മാർവൽ അവഞ്ചേഴ്സ് ആയിട്ട് ടൈപ്പ് ആക്കിയിട്ട് അതിലെ ക്യാരക്ടേഴ്സിൻ്റെ സാമ്യമുള്ള കളേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു വണ്ടി എന്നുള്ള നിലക്കാണ് ഈ വണ്ടികൾ ഇറക്കിയേക്കണത്. നമുക്ക് 3 വണ്ടികൾ അവൈലബിൾ ആണ് അവഞ്ചേഴ്സിൻ്റെ ക്യാരക്ടറായിട്ട്. ഇത് ബ്ലാക്ക് പാന്തറാണ്, പിന്നെ നമുക്ക് ഒരു ക്യാപ്റ്റൻ അമേരിക്ക വന്നുണ്ട്, പിന്നെ അയൺമാൻ വന്നുണ്ട്. അയൺമാൻ മാത്രം നമുക്ക് മാറ്റ് ടോണിലാണ് നമുക്ക് വന്നത്, ബാക്കി രണ്ടും നമുക്ക് ഗ്ലോസി ടൈപ്പാണ് വന്നത്. ഇത് നമ്മുടെ ബ്ലാക്ക് പാന്തർ. മറ്റ് 2 കളറ് ഞാൻ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം, ആ 2 കളറും. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് പാന്തറിൻ്റെയാണ്. ഇതുവരെ എൻടോർക്ക് സീരീസിൽ കാണാത്തൊരു കളറാണ് ബ്ലാക്ക്. ഭയങ്കര ലുക്കാണ്, നല്ല അട്രാക്റ്റീവാണ് കളറ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വണ്ടി BS6 ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ലോഗോ ആണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ആണ്. ഇവിടെ നല്ല ഭംഗിയുള്ള DRLs കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് LED ഒക്കെ ഉണ്ട്, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലുക്ക് അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ആകെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോഴും ഹലോജൻ തന്നെയാണ്, അതിന് യാതൊരുവിധ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അത് വേറെ ചേഞ്ച് ഒന്നുമില്ല. പിന്നെ ഇങ്ങാട് നോക്കണമെങ്കിൽ ഇവിടെ നമുക്കൊരു മാറ്റ് ടോണിലാണ് ഇവിടെ വന്നേക്കണത്. പിന്നെ നമ്മുടെ ടയറിൻ്റെ കേസിലോട്ട് നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഡയമണ്ട് കട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണത്. പിന്നെ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 180/12 ടയർ സൈസ് വന്നേക്കണത്. ട്യൂബ്ലെസ് ടയേഴ്സാണ് നമുക്ക് വന്നേക്കണത്. അതുമാത്രമല്ല നമുക്കിവിടെ ടെലിസ്കോപ്പി സസ്പെൻഷൻ വന്നേക്കണത്. ഇത് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടി. ടയറിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് പെറ്റൽ ഡിസ്ക്കാണ് വന്നത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 220 mm ആണ്. എനിക്ക് അത്യാവശ്യം നല്ല ബൈറ്റുള്ള ബ്രേക്കായിട്ടാണ് തോന്നിയത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കണമെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഈ സൈഡിൽ നമുക്ക് സൂപ്പർ സ്ക്വാഡ് എഡിഷൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം. നല്ല ഡിസൈനാണ് ഇതിൽ വന്നേക്കണത്. ക്യാപ്റ്റൻ അമേരിക്കനേക്കാളും സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ടാറ്റൂസ് കാര്യങ്ങൾ കുറവാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ കളറാണ്. പിന്നെ ഇവിടെ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ഒരു ലോഗോ ഉണ്ട്, ബ്ലാക്ക് പാന്തറിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് നോക്കണമെങ്കിൽ നമുക്കിവിടെ 66 എന്ന് പറഞ്ഞുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബ്ലാക്ക് പാന്തർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് 1966 നമ്മുടെ ബ്ലാക്ക് പാന്തർ വന്നത്. അതിൻ്റെ പിന്നെ നമുക്കൊരു 3D ലോഗോ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കണത് എൻടോർക്കിൻ്റെ. നല്ലൊരു ഡിസൈനാണ്. ഇങ്ങനെ നോക്കണമെങ്കിൽ നമ്മുടെ സ്പോർട്ടി ആയിട്ടുള്ള എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സോസ്റ്റാണ്. ഇപ്പോഴും സൗണ്ടിന് യാതൊരുവിധ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഓടിക്കുമ്പോൾ നല്ലൊരു ഫീലിൽ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ സൈസ് നോക്കണമെങ്കിൽ നമുക്ക് 110/80/12 നമുക്ക് ടയർ സൈസ് വന്നത്. ഇവിടെ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ കാണാം, ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അലോയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കാണ് വന്നത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 130 mm ആണ് സൈസ് വന്നത്. പിന്നെ ബാക്കിലത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കാണ് ഈ വണ്ടിക്ക്. ബാക്കിയുള്ള ഒരു വണ്ടികളെക്കാളും നല്ലൊരു ലുക്കുണ്ട്. ഒരു T ഷേപ്പിലുള്ള ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് ശരിക്കും ഉള്ളിലോട്ട് ഒതുങ്ങി ഒരു പ്രത്യേക ലുക്കാണ് ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് നോക്കണമെങ്കിൽ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലുക്കാണ്. പിന്നെ പെട്രോളിൻ്റെ ഇത് സാധാരണ ഉള്ള പോലെ തന്നെ പുറത്ത് തന്നെയാണ് ഉള്ളത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ സീറ്റാണ്. സീറ്റ് എനിക്ക് വളരെയധികം കംഫോർട്ടബിൾ ആയിട്ട് തോന്നി. ഈ ഭാഗത്തിരിക്കുമ്പോൾ നല്ല രീതിയിൽ കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടെ ഒരു ഈ ഭാഗത്ത് ചെറിയൊരു ഹമ്പ് പോലെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര കംഫോർട്ടബിളാണ്. പിന്നെ സീറ്റിൻ്റെ അടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ സീറ്റിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല സ്പേസ് വന്നിട്ടുണ്ട്. നമുക്ക് 20 ലിറ്റർ കപ്പാസിറ്റി നമുക്ക് സീറ്റിൻ്റെ അടിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ഇത് പൊക്കുമ്പോൾ ഇവിടെ കത്തും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചാർജറും വന്നിട്ടുണ്ട്. ഈ സംഭവം നമുക്ക് എടുക്കാൻ പറ്റും, ഊരെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് രാത്രി വല്ലതും ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഇത് പുറത്തോട്ടെടുത്ത് നോക്കാനൊക്കെ പറ്റും. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. പിന്നെ വന്നേക്കണം മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ ബാറിലോട്ട് നോക്കുമ്പോഴുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണത്. ഹാൻഡിൽ ബാറിൽ നമുക്കിവിടെ എൻജിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്, ഹസാർഡ് ലാമ്പ് വന്നിട്ടുണ്ട്, സെൽഫ് സ്റ്റാർട്ടിൻ്റെ വന്നിട്ടുണ്ട്, പിന്നെ പാസ് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും, പിന്നെ ടേൺ ഇൻഡിക്കേഷൻ്റെ വന്നിട്ടുണ്ട്, ഹോണിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബ്രേക്കിന് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഈ വണ്ടിയിൽ ഹാൻഡിൽ ബ്രേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ ബ്രേക്ക് വന്നിട്ടുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ് അത് വന്നേക്കണത്. പിന്നെ എന്ത് പറയുക, സാധാരണ ഒരു സ്കൂട്ടറിൽ കാണാത്ത അത്രയധികം സ്വിച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 60ഓളം ഫീച്ചേഴ്സ് ഈ ഡിസ്പ്ലേയിൽ പറയാനായിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഹെൽമെറ്റിൻ്റെ ചെറിയ വാണിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്യൂവല്, പിന്നെ നമുക്ക് എൻജിൻ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 3 ട്രിപ്പാണ് വന്നത്. പിന്നെ നമുക്ക് ടൈം കാണിക്കും. പിന്നെ നമുക്ക് ഈ ഡിസ്പ്ലേ നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ, കോൾ അലേർട്ട്, മെസ്സേജ് അലേർട്ട്,
പിന്നെ ഓട്ടോ മെസ്സേജിങ്, നമുക്ക് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് താനെ റിപ്ലൈ പോകും. നമ്മൾ ഡ്രൈവിംഗ് ആണെന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കാം. നമുക്ക് എന്താണെങ്കിൽ അതിൽ മാനുവലി ടൈപ്പ് ചെയ്തിടാം. ഈ വണ്ടിയിൽ ലോ ഫ്യൂവൽ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വാർണിംഗ് വരും. ഇവിടെ F എന്ന് പറഞ്ഞൊരു മീറ്ററാണ് വന്നത്. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ എക്കോ മോഡും പവറും മാറണ കാണാൻ പറ്റും. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് തന്നെ ഒരു മീറ്ററാണിത്. അതുകൊണ്ട് മീറ്ററിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് വാക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇത് എൻജിൻ ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്ന തന്നെ നല്ലൊരു ഫീച്ചറാണ്. ശരിക്കും പറഞ്ഞ ഒരു 200 cc വണ്ടിയിൽ വരാത്ത ഫീച്ചേഴ്സ് വരെ ആണ് ഈ സ്കൂട്ടറിൽ വന്നേക്കണത്. അതിൻ്റെ എക്സോസ്റ്റിൻ്റെ നോട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഭയങ്കര ബാസിയായിട്ടുള്ളൊരു എക്സോസ്റ്റാണ്. അതുകൊണ്ട് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് 2 മോഡുകൾ തന്നെ ഉണ്ട്, സ്ട്രീറ്റ് മോഡ് പിന്നെ സ്പോർട്ട് മോഡ്. പക്ഷേ എനിക്കിത് ഇട്ട് കഴിഞ്ഞിട്ട് വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ആകെ വന്ന ഡിസ്പ്ലേയിൽ വന്ന ഒരു ചേഞ്ച് മാത്രമാണ് തോന്നിയത്. എൻജിൻ സൈഡിൽ നിന്ന് വേറെ ചേഞ്ചുകൾ കാര്യങ്ങളൊന്നും തോന്നിയില്ല. അതിൽ നമുക്ക് ടോപ്പ് സ്പീഡ് പിന്നെ ഇതിൻ്റെ 0 to 60 എത്ര ടൈം പിടിച്ചു, എത്ര ടൈം നമ്മൾ ഓടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ മോഡിലോട്ട് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യണം. ശരിക്കും നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും ലാഗും കാര്യങ്ങളൊന്നും നമുക്ക് ഈ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ ഫ്ലിക്കബിളാണ് വണ്ടി. നമുക്ക് ശരിക്കും ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. സൂപ്പറായിട്ട് നമുക്ക് ഇങ്ങനെ സിക്സാഗൊക്കെ അടിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാം. പിന്നെ വൈബ്രേഷൻ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യില്ല. ചെറിയ രീതിയിൽ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യണുള്ളൂ. അതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. പിന്നെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 155 mm ആണ് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമ്പ് ചാടുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ അടി ഇടിക്കുമോ എന്നുള്ള ഫീലും കാര്യങ്ങളൊന്നും വേണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഈ വണ്ടിയുടെ വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 118 കിലോഗ്രാമാണ് നമുക്ക് ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 118 കിലോഗ്രാമാണ് വണ്ടിക്ക് വെയിറ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ശരിക്കും ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെയാണ് തോന്നണത്. നമ്മൾ ഓടിക്കേണ്ട ടൈമിൽ ഒട്ടും വെയിറ്റ് ഉള്ളതായിട്ട് തോന്നണില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ കൂളായിട്ട് നമുക്ക് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് എടുക്കാം. വെയിറ്റിൻ്റെ കാര്യം ബോധർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പുറകിൽ നമുക്ക് കോയിൽ സ്പ്രിങ് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് നമുക്ക് വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നേക്കുന്നത്. അത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അത്യാവശ്യം ഹാർഡായിട്ടുള്ള സസ്പെൻഷനാണ് നമുക്ക് വന്നേക്കുന്നത് ഫ്രണ്ടിൽ. അത് ശരിക്കും ഒരു കട്ടറൊക്കെ ചാടുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആ സസ്പെൻഷൻ്റെ ഹാർഡ്നെസ് കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ക്രൂസിങ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60, 70, 75 ആ റേഞ്ചിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്രൂസ് ചെയ്യാം. 70, 80യുടെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ക്രൂസ് ചെയ്യാൻ പറ്റും ഹൈവേയിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വൈബ്രേഷനൊക്കെ ആ സമയത്ത് തീരെയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ആ വണ്ടി നമ്മളൊന്ന് ബലം പിടിച്ചെടുക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം 80 above വണ്ടി പതിയെ ക്ലൈംബ് ചെയ്താൽ കയറണത്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 80 below ഒരു 70 above നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ടൂർ ചെയ്യണ ടൈമിലൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സീറ്റിൻ്റെ അടിയിലൊക്കെ വെച്ചുകൊണ്ട് ടൂർ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ടൂർ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5.8 ലിറ്ററാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വന്നേക്കണത്. നമുക്ക് ഈ വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 45-50 നമുക്ക് പ്രതീക്ഷിക്കാം. നോർമൽ റൈഡിങ് സ്റ്റാൻസ് ആണെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ റേസിംഗ് എഡീഷൻ ഉപയോഗിക്കണവർക്ക് നമുക്ക് ഒരു 45-50 വരെ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേ മോഡൽ വണ്ടി തന്നെയാണ്. ആകെ നമുക്ക് ഇതിൽ വന്നേക്കണ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസിംഗ് എഡീഷനിലെ കളർ പാറ്റേൺ മാറ്റിയെന്നുള്ളൂ. ഇതിൽ നമുക്ക് അവഞ്ചേഴ്സിൻ്റെ പാറ്റേൺസ് നമുക്ക് ഇതിൽ വന്നു. സൂപ്പർ സ്ക്വാഡ് എഡീഷൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ വന്നുള്ളൂ. എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് റേസിംഗ് എഡീഷനിൽ നിന്ന് വേറെ ചേഞ്ച് കാര്യങ്ങളൊന്നും നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടില്ല.
ഒരു സ്കൂട്ടറിൽ നിന്ന് ശരിക്കും കിട്ടാത്ത ഒരു അനുഭവമാണ് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുക, സിറ്റിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അടിച്ച് പൊളിച്ച് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്കൂട്ടർ തന്നെയാണ് ഇത്. പവറിൻ്റെ കാര്യത്തിൽ പവറുണ്ട്, സൗണ്ടിൻ്റെ കാര്യത്തിൽ സൗണ്ട് ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സൂപ്പർ സ്കോഡ് എഡിഷൻ്റെ പുതിയ ടാറ്റൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മോഡിഫൈ ചെയ്ത് കൊണ്ടടക്കണം, സ്കൂട്ടർ ഒന്ന് മോഡിഫൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കണവർക്കൊക്കെ പറ്റിയൊരു സ്കൂട്ടർ തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മോഡിഫൈ ചെയ്ത ലുക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് സൂപ്പർ സ്കോഡ് എഡിഷനിൽ നിന്ന് നമുക്ക് കിട്ടണത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വണ്ടി തന്നെ ആയിരിക്കും ഇപ്പോൾ എടുക്കാൻ പോണവർക്ക്. അപ്പോൾ നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നത് നമ്മുടെ ആലയിലുള്ള പെരിയാർ TVS ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ റേറ്റ് സംബന്ധമായിട്ടോ EMI സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവിടുത്തെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അവെഞ്ചേഴ്സ് എഡിഷൻ്റെ 3 കളേഴ്സ്. ഇത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ കളറാണ്. ഇത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സിമ്പിൾ കാര്യങ്ങളൊക്കെ കാണാം, എന്നുള്ള സിമ്പിൾ അവെഞ്ചേഴ്സിൻ്റെ സിമ്പിളും. പിന്നെ നമ്മുടെ 41 എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക റിലീസ് ചെയ്ത ഡേറ്റാണ്. 1941 ക്യാപ്റ്റൻ അമേരിക്ക നമുക്ക് റിലീസ് ചെയ്തത്. ആ ഒരു ഇതും കാണാം. എന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ സ്കോഡിൽ നമ്മൾ ബ്ലാക്ക് പാന്തറാണ് റിവ്യൂ ചെയ്ത്, പക്ഷേ അതിനേക്കാളും സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയിൽ കൂടുതലുണ്ട്. നമുക്ക് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സ്റ്റിക്കർ വർക്ക് വന്നിട്ടുണ്ട്. ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നല്ല സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വേറൊരു കളറ്, നമ്മുടെ അയൺമാൻ്റെ ഇതിലിറക്കിയേക്കണ ഇതാണ്. ഇതെന്ന് പറയുന്നത് മാറ്റാണ്. നമുക്ക് ഈ കളറും ഇതും നമുക്ക് ഗ്ലോസി ടൈപ്പാണ് വന്നത്. പക്ഷേ അയൺമാൻ മാത്രം നമുക്ക് മാറ്റ് ഫിനിഷിലാണ് നമുക്ക് വന്നത്. അത് റെഡ് കളറിലാണ് വന്നത്. അതിൽ ഇവിടെയും നമുക്ക് സൂപ്പർ സ്കോഡിൻ്റെ കാണാം. നമുക്ക് ഇവിടെ നമുക്ക് അയൺമാൻ്റെ ഒരു ഫേസിൻ്റെ ഒരു ഇതൊക്കെ കാണാം. പിന്നെ ബാക്ക് സൈഡിലോട്ട് ചെല്ലണമെങ്കിൽ അയൺമാൻ്റെ ജസ്റ്റ് ഭാഗത്തിനെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഈ 3 കളറാണ് നമ്മുടെ സൂപ്പർ സ്കോഡ് എഡിഷനിൽ വന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് നമ്മുടെ റേസിംഗ് എഡിഷനാണ്. ഇത് നമ്മുടെ റേസിംഗ് എഡിഷൻ്റെ കളർ, അതിന് വേറെ യാതൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മുടെ പുതിയ അവെഞ്ചേഴ്സ് സൂപ്പർ സ്കോഡ് എഡിഷൻ വന്നേക്കണത്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്.